എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം ഏരിയ, അതായത് പരപ്പളവ് അല്ലെ. അധ്യായത്തിലെ ആദ്യ ഭാഗമൊക്കെ വളരെ എളുപ്പമായിരുന്നു. ചിത്രങ്ങളൊക്കെ വരയ്ക്കാണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ആ അധ്യായത്തില് രണ്ടാമതായിട്ട് വരുന്നൊരു ടോപ്പിക് ഉണ്ട്, ട്രയാങ്കിൾ ഡിവിഷൻ, ത്രികോണ ഭാഗം. അത് അത്ര അങ്ങോട്ട് ക്ലിയർ ആയില്ല എന്ന് കുറെ കുട്ടികൾ അഭിപ്രായപ്പെട്ടു. അപ്പൊ ഒന്നുകൂടി വിശദീകരിച്ച് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതൊന്ന് കണ്ടു നോക്കുക. അതേപോലെ തന്നെ ആ അധ്യായത്തില് ഈ ആശയവുമായി ബന്ധപ്പെട്ട് കുറെ പ്രോബ്ലംസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കില്. അപ്പൊ അതിലെ ക്വസ്റ്റ്യനും ആൻസറും എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, അതും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അപ്പൊ എല്ലാവരും നോക്കൂ. ഒന്നാമത്തെ അധ്യായം ചാപ്റ്റർ 1. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏരിയ കാണാനുള്ള സമവാക്യം ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചു. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ബി എച്ച് അല്ലെ. ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ മനസ്സിലാക്കണം ഹാഫ് ബി എച്ച്, ഹാഫ് ബി എച്ച്. അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, വട്ട ത്രികോണത്തിന്റെ പരപ്പളവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ആശയം എന്നത്. ബേസ് ഇൻറ്റു ഹൈറ്റ്, അവിടെ ഹൈറ്റ് എച്ച് എപ്പോഴും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ആ ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ട്രയാങ്കിളിലും അതേപോലെ തന്നെ ചെയ്യുക. പക്ഷെ ആ ഹൈറ്റ് പല ട്രയാങ്കിളിലും വ്യത്യാസമുണ്ടാവും. ഉയരം കണക്കാക്കുന്നതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഇപ്പോ ഇവിടെ ഈ ഫസ്റ്റ് ഈ ട്രയാങ്കിൾ നോക്കൂ. ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് എ ബി തന്നെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. സി എന്ന പോയിന്റിന് ശീർഷത്തിൽ നിന്നും എ ബിയുടെ മിഡ് പോയിന്റിലേക്ക് വരച്ചിട്ടുള്ളതാണ് ഇവിടെ ഹൈറ്റ് എച്ച്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇവിടെ ഒരു പ്രശ്നമില്ല, ബേസ് എ ബി ഹൈറ്റ് എച്ച് തന്നെ. ഈ ട്രയാങ്കിൾ നോക്കൂ, എ ബി സി. ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്ക് സംശയമാണ്, ഇതിൽ ഏതാണ് ഹൈറ്റ്? അതെ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഈ സി എന്ന വെർട്ടെക്സ് നിന്ന് എ ബി എന്ന ബേസ് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ വരയ്ക്കുന്ന ഇതാണ് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. അത് പുറത്ത് വേറെ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോഴും ഇതിന്റെ ഏരിയ ഇക്വേഷൻ തന്നെയാ ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് ഏതാ? എ ബി. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ സി അല്ല. ഈ എ സി എന്ന് പറഞ്ഞാൽ ചെരിവുയരാണ്, ചെരിഞ്ഞു കിടക്കുന്നതാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കുത്തനുള്ളതായിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഹൈറ്റ് നമുക്ക് പുറമെ വേറെ അങ്ങനെ കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ എ നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എന്നിട്ട് ഈ സി എന്നൊരു പെർപെൻഡിക്കുലർ ഡോട്ട് ഇട്ട് താഴോട്ട് വരയ്ക്കുക. ദാറ്റ് ഈസ് ദി ഹൈറ്റ്. വേറൊരു ട്രയാങ്കിൾ ഏതാ? വേറൊരു രീതിയിൽ വരച്ചിട്ടുണ്ട്, എ ബി സി. അവിടെയും ഹൈറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എ ബി എക്സ്റ്റെൻഡ് ചെയ്ത് സി എന്നുള്ള ഇതാണ് ഇവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ദി ഹൈറ്റ്. അപ്പൊ കോമൺ ആയിട്ട് മനസ്സിലാക്കുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ ത്രികോണത്തിന്റെ പരപ്പളവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഹൈറ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇതാണ് അതിൽ ആദ്യ ഭാഗത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലെ. ഇവിടെ ആദ്യത്തെ ട്രയാങ്കിൾ ഏതാ? എ ബി സി. നിങ്ങൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പഠിച്ചു ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് എ ബി എത്രയാ? 8 സെന്റിമീറ്റർ. എ ബി സി എന്ന ട്രയാങ്കിൾ ഹൈറ്റ് എത്രയാ? ഹൈറ്റ് ഇവിടെ തന്നെ എച്ച് 3 സെന്റിമീറ്റർ. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3. 8 ഇൻറ്റു 3 24 അല്ലെ, 24. 24 ഡിവൈഡഡ് ബൈ 2 12 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, വേറെ ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. ഏതാ? എ ബി ഡി. എ ബി ഡി. അതിന്റെ ഏരിയ എന്താ? പരപ്പളവ് എന്താ? ഹാഫ് ഇൻറ്റു ബേസ് 8 ആണ്. എ ബി ഡിയുടെ ഹൈറ്റ് നോക്കൂ, എച്ച് 3 cm. അതും എത്ര തന്നെ കിട്ടും? 12 സ്ക്വയർ സെന്റിമീറ്റർ. നെക്സ്റ്റ് വൺ മോർ ട്രയാങ്കിൾ ഏതാ? എ ബി ഇ. അതിന്റെ ബേസ് ഏതാണ്? എ ബി. ഹൈറ്റ് ഏതാണ്? എച്ച് 3 cm. അതിന്റെയും ഏരിയ സെയിം ആണ് അല്ലെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി, എ ബി സി, എ ബി ഇ ആർ ഈക്വൽ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് അവിടെ ട്രയാങ്കിൾസിന്റെ എല്ലാം ഏരിയ പരപ്പളവ് തുല്യമാവാൻ കാരണം? കാരണം എന്താ? എല്ലാ ട്രയാങ്കിളിന്റെയും ബേസ് കോമൺ ആണ്, എ ബി ആണ്. അതുപോലെ എല്ലാ ട്രയാങ്കിളിന്റെയും ഹൈറ്റ് എച്ച് എത്രയാ? 3 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്തായിരിക്കും ആ പ്രത്യേകത? എ ബി എന്ന് പറയുന്ന വരയും സിഇ എന്ന് പറയുന്ന വരയ്ക്കും ഈ ലൈൻ തമ്മിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? അതാണ് ആ രണ്ട് ലൈൻസും എന്തായിരിക്കും? പാരലൽ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ആശയമാണ്. അതായത് all triangles with the same base and area
have their third vertices on a line parallel to the base. അല്ലെ, ഒരേ പാദവും പരപ്പളവും തുല്യമായ ഈ ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാമത്തെ വെർട്ടെക്സ്, മൂന്നാമത്തെ മൂല എവിടെയായിരിക്കും എന്ന് പറയുന്നത് മുകളിൽ ഈ പാരലൽ ലൈൻസിലായിരിക്കും. ഓക്കെ, ഓൾ ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് ഏരിയ, ഏരിയയും ബേസും സെയിം ആണെങ്കിൽ തേർഡ് വെർട്ടെക്സ്, മൂന്നാമത്തെ മൂല എവിടെയായിരിക്കും? ഓൺ എ ലൈൻ പാരലൽ ടു ദി ബേസ്, ബേസിന് പാരലൽ ആയ ഈ ലൈൻ. പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ? സമാന്തരം അല്ലെ, അതായത് ഈ രണ്ട് വരകൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. ആ സമാന്തരമായ വരയിലായിരിക്കും തേർഡ് വെർട്ടെക്സ്. വേറെ രീതിയിൽ കൂടി മാറ്റി പറയാം, all triangles with the same base and the third vertex on a line parallel to the base have the same area. All triangles with the same base, ഒരേ ബേസും തേർഡ് വെർട്ടെക്സ് പാരലൽ ടു ദി ബേസ്, ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലായിരിക്കണം തേർഡ് വെർട്ടെക്സ്. അങ്ങനെയുള്ള ട്രയാങ്കിൾസിന്റെ എല്ലാം, ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവ്, ഏരിയ തുല്യമായിരിക്കും. ഇത് പഠിക്കണം, നല്ലൊരു ആശയമാണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അത് ഏരിയ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. നമ്മുടെ ടോപ്പിക് ഇവിടെ വരാൻ പോകുന്നത് ട്രയാങ്കിൾ ഡിവിഷൻ, ത്രികോണ ഭാഗം. എന്താണ് ത്രികോണ ഭാഗം? ഇങ്ങനെയാണ് ത്രികോണത്തിനെ ഭാഗിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്ക് പുതുതായിട്ടൊരു ആശയം, ഒരു ഐഡിയ പഠിക്കാനുള്ളത്? ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ട്രയാങ്കിൾ വന്നിട്ട് ABC. ഈ AB എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് നോക്കൂ, ഹൈറ്റ് 4 cm അല്ലെ. ഈ ട്രയാങ്കിളിനെ ഭാഗിക്കാൻ പോവാ, ഡിവിഷൻ ചെയ്യാൻ പോവാ. എങ്ങനെ ഡിവിഷൻ ചെയ്തിരിക്കാൻ നോക്കൂ. ഇവിടെ ബേസ് 6 ആയിരുന്നു, ഇവിടെ ബേസിനെ 3 എന്താ 3യുടെ പ്രത്യേകത? 6, മിഡ് പോയിന്റ് ഓഫ് എബിയുടെ മിഡ് പോയിന്റിലാണ് അല്ലെ. ഡി വന്നിങ്ങനെ, അതായത് സി ന്ന് ഡിയിലേക്ക് വരച്ചിരിക്കുന്ന വര എവിടേക്കാണ് വരച്ചിട്ടുള്ളത്? ബേസിന്റെ മിഡ് പോയിന്റിലേക്കാണ്. ഓക്കെ, അപ്പൊ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു 3. ഇനി ഫസ്റ്റ് നമുക്ക് ഈ ബ്ലൂ ADC, ഈ ട്രയാങ്കിളിന്റെ ഏരിയ എല്ലാം വിശദമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിക്കോളൂ. ഏരിയ ഓഫ് ബ്ലൂ ട്രയാങ്കിൾ, ഏതാണ് പേര്? ADC. എന്താ ഇതിന്റെ ഏരിയ? നമുക്കറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബേസ് 3, ഹൈറ്റ് 4, 12/2 ദാറ്റ്സ് ഈക്വൽ ടു 6 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രയാങ്കിൾ ഇവിടെ ഏതാ? ഗ്രീൻ. അതിന്റെ ഏരിയ എങ്ങനെ കാണാം? സെയിം തന്നെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് 3 ആണ്, പക്ഷെ ഹൈറ്റ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഫിഗർ ഓർത്ത് നോക്കുക. പിന്നെ ചെരിഞ്ഞു നിൽക്കുന്ന ട്രയാങ്കിൾ ആണെങ്കിലും ഹൈറ്റ് ഈ സി എന്ന വെർട്ടെക്സിന് താഴോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ദി ഹൈറ്റ്. അത് എത്ര തന്നെയാ വരിക? 4 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4 ദാറ്റ്സ് ആൾസോ 6 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ, റേഷ്യോ കണ്ടുപിടിക്കുക. റേഷ്യോ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചാണ് റേഷ്യോ അല്ലെ. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയയുടെ റേഷ്യോ, അംശബന്ധം അല്ലെ. എങ്ങനെയാ? ഇത് എത്രയായിരുന്നു? 6 സ്ക്വയർ സെന്റിമീറ്റർ. ദിസ് ആൾസോ 6 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ ഏരിയയുടെ റേഷ്യോ, അംശബന്ധം എന്താ വരിക? 6:6. 6:6 നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. 2നെ 6 ആയിട്ട് ക്യാൻസൽ ചെയ്ത് 1:1. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതില്. ബേസ് ശ്രദ്ധിക്കുക. ഈ ഫസ്റ്റ് ബ്ലൂ ട്രയാങ്കിളിന്റെ ബേസ് ഏതാണ്? AD. ഗ്രീൻ ട്രയാങ്കിളിന്റെ ബേസ് ഏതാണ്? DB. അതിന്റെ റേഷ്യോ എഴുതി നോക്കൂ. റേഷ്യോ ഓഫ് ദ ബേസ് AD is to DB. ഇവിടെ എഴുതിയിട്ടുണ്ട്. റേഷ്യോ ഓഫ് ദി ബേസ് AD is to DB. ദാറ്റ്സ് 3:3. 3:3 സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? ദാറ്റ്സ് ആൾസോ 1:1. ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ ഡിവിഷൻ ആണ്. ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്തു. എങ്ങനെ ഡിവൈഡ് ചെയ്തു? മിഡ് പോയിന്റിലേക്ക്, ബേസിന്റെ മിഡ് പോയിന്റിലേക്കാണ് വരച്ചത് അല്ലെ. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോ കിട്ടുന്ന രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ സെയിം ആണ്. ആ ഏരിയ സെയിം ആയ അതേ ഏരിയയുടെ അതേ റേഷ്യോ തന്നെയാണ് എന്തിനും കിട്ടുന്നത്? അതിന്റെ ബേസ് ഡിവൈഡ് ചെയ്ത ബേസിന്റെയും. ഓക്കെ, ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് ഈസ് 1:1 and also area of the base also 1:1. both are same. ഇത് മിഡ് പോയിന്റിലേക്ക് ആട്ടോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ ബേസിന്റെ മിഡ് പോയിന്റിലേക്ക് വരച്ചിരിക്കുന്നത്. ബേസിന്റെ മിഡ് പോയിന്റിലേക്ക് തന്നെ വരയ്ക്കുന്ന നിർബന്ധം ഉണ്ടോ? ഇല്ല. ഈ ട്രയാങ്കിൾ നോക്കൂ, ബേസ് 6 സെന്റിമീറ്റർ തന്നെയായിരുന്നു, പക്ഷേ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് D എങ്ങനെയാ? 6നെ എങ്ങനെ ഡിവൈഡ് ചെയ്ത്? ഒന്ന് 2ഉം ഒന്ന് 4, ടോട്ടൽ 6 അല്ലെ. അപ്പോ ഈ 2 സെന്റിമീറ്റർ വരുന്ന ട്രയാങ്കിളിന്റെ ബ്ലൂ ഷേപ്പാണ്, ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഏരിയ കാണാൻ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്,
half into 2 into 4, 4 into 2, 8, 8 by 2, 4 centimeter square. Then what's the area of this green triangle DBC? That's also half into 4 into, ഞാൻ നേരത്തെ പറഞ്ഞു ഹൈറ്റ് ശ്രദ്ധിക്കുക, സി എന്ന് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. അത് എത്ര തന്നെയാണ്? 4 ആണ്. ഹൈറ്റ് രണ്ടും സെയിം ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ബേസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഏരിയ എന്ത് കിട്ടും? ഹാഫ് into 4 into 4, ദാറ്റ് ഈസ് 4 into 4, 16 divided by 2, 8 square centimeter. ഇവിടെ ഏരിയ രണ്ടും സെയിം അല്ല, ഒന്ന് 4 ആണ്, ഒന്ന് 8 ആണ്. കാരണം മിഡ് പോയിന്റിലേക്ക് അല്ല വരച്ചിട്ടുള്ളത്. മിഡ് പോയിന്റിലേക്ക് വരച്ചാൽ രണ്ടിന്റെ ഏരിയ സെയിം ആയിരിക്കും. ഇവിടെ മിഡ് പോയിന്റിലേക്ക് അല്ല, അതുകൊണ്ട് ഏരിയക്ക് മാറ്റുണ്ട്. ഒന്നിന്റെ ഏരിയ 4, ഒന്നിന്റെ ഏരിയ 8. ഓക്കെ, എന്തോ ആവട്ടെ, നമുക്ക് അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. റേഷ്യോ ഓഫ് ദി area of these two triangles is 4:8. 4:8 എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 4ലും 8ലും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. സോ വി ഗെറ്റ് 1:2. 1:2. ഇനി നേരത്തെ ഒന്നും കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് കണ്ടുപിടിച്ചു. എന്താ? ബേസിന്റെ റേഷ്യോ. ഇവിടെ ബേസ് ഏതാ? AD:DB. What is AD:DB? 2:4. 2:4 is also is equal to 1:2. അപ്പൊ ഏരിയ ഓഫ് ദി ബേസും ട്രയാങ്കിളുടെ റേഷ്യോ എന്താണ്? സെയിം ആണ്. അപ്പൊ ചെറിയൊരു ഐഡിയ കിട്ടി അല്ലെ. ഇനി ഈ ട്രയാങ്കിളിനെ രണ്ടെണ്ണായിട്ടാണോ ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ട്രയാങ്കിൾ ഡിവിഷനെ പറഞ്ഞിട്ടുള്ളൂ. 2, 3, 4 എത്രയോ ആയിക്കോട്ടെ, എന്ത് പറയാം? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഇപ്പൊ അത് 3 എണ്ണായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ബ്ലൂ, ഒന്ന് യെല്ലോ, ഒന്ന് ഗ്രീൻ. ഇനി അതേപോലെ തന്നെ മിഡ് പോയിന്റിലാണോ? അല്ല. ഇതിന്റെ ലെങ്ത് നമുക്കറിയോ? ഇല്ല. 4ഓ 6ഓ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ സി എന്ന ഈ വെർട്ടെക്സിന് മൂലയിൽ നിന്നും ബേസ് AB പാദത്തിന് ഒന്ന് CD, ഒന്ന് CE, അങ്ങനെ ട്രയാങ്കിളിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. ഈ ത്രികോണം 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് എന്താ? ബ്ലൂ എന്ന ട്രയാങ്കിളിന്റെ ഏരിയയും യെല്ലോ എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏരിയയും ഗ്രീൻ ഈ ഷേപ്പിൽ ഈ ഗ്രീൻ കളറിലെ ട്രയാങ്കിൾ ഏരിയയുടെയും റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും? ബേസിന്റെ ഈ റേഷ്യോ ഏതാ? AD:DE:EB. ഏരിയ ഓഫ് ട്രയാങ്കിൾ blue: yellow: green is equal to ratio of the base AD:DE:EB. ക്ലിയർ ആയോ? ട്രയാങ്കിൾ ഡിവിഷൻ ക്ലിയർ ആയോ? 2 ആയിട്ടോ 3 ആയിട്ടോ എത്രയായിട്ട് ഡിവൈഡ് ചെയ്താലും കുഴപ്പമില്ല. മിഡ് പോയിന്റിലേക്ക് വേണം നിർബന്ധമില്ല. എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തോളൂ. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താ? ആ ഡിവിഷൻ വരുമ്പോഴുള്ള ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോയും അതിന്റെ ബേസിന്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. എ ലൈൻ ഫ്രം ദി വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ദി ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദി സെയിം റേഷ്യോ. ഒരു ത്രികോണത്തിന്റെ ഏത് മൂലയിൽ നിന്നും അല്ലെ എതിർവശത്തേക്ക് വരയ്ക്കുന്ന വര. എ ലൈൻ ഫ്രം ദി വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ divides the length of the opposite side. എതിർവശത്തേക്ക് വരയ്ക്കുന്ന വര the area of the triangle in the വര ബേസിനെയും ട്രയാങ്കിൾ ഏരിയയെയും ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. A line from the vertex of a triangle divides the ശ്രദ്ധിക്കുക length of the opposite side അല്ലെ. ഒരു വെർട്ടെക്സ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ അതിന്റെ ബേസിന് ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യണേ അതേ റേഷ്യോയിൽ തന്നെ അതിന്റെ ഏരിയയും ഡിവൈഡ് ചെയ്യും. ഒരേ റേഷ്യോയിലായിരിക്കും ബേസും ഏരിയയും. ശ്രദ്ധിക്കുക. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വേറൊരു കൺസെപ്റ്റ് ആണിത്. ഇവിടെ നോക്കൂ, ഇപ്പൊ AB എന്ന് പറയുന്നതിന് ടോട്ടൽ ലെങ്ത് 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇവിടെ നിന്ന് ഒരു സി എന്ന വെർട്ടെക്സ് വരച്ചിട്ടുണ്ട്. മിഡ് പോയിന്റ് ആണോ എവിടെയാണോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ട്രയാങ്കിളിന് ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഏരിയ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ബേസിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റില്ല. വാട്ട് ഈസ് AD:DB ചോദിച്ചാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. കാരണം ഹൈറ്റ് അറിഞ്ഞാലേ ഏരിയ കാണാൻ പറ്റുള്ളൂ. അതുപോലെ ഡിവൈഡ് ചെയ്ത് എത്ര ഇതിലാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. എന്താ അറിയോ? CD എന്ന് പറയുന്ന ലൈൻ ACB എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ബൈസെക്ടർ ആണ്. The line CD is the angle bisector of angle ACB. എന്താ ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ കോണിന്റെ സമഭാജി അല്ലെ. ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, എന്താ കോണിന്റെ സമഭാജി ആംഗിൾ ബൈസെക്ടർ? ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും. അതായത് ആംഗിൾ ACD ആംഗിൾ BCD ആർ ഈക്വൽ. ആ രീതിയിലാണ് ഏത് വരച്ചിരിക്കുന്നത്? ഈ CD എന്ന ലൈൻ.
അങ്ങനെ വരുമ്പോ ഒരു പ്രത്യേകത ഉള്ളത് എന്താ അറിയോ, ഈ ബേസിന്റെ റേഷ്യോ, അതായത് AD ഈസ് ടു DB എന്ന് പറയുന്നത് ഈ എന്താ പറയാ ആംഗിൾ ബൈസെക്ടറിന്റെ ഓപ്പോസിറ്റ്, സോറി അടുത്തടുത്ത് കിടക്കുന്ന സൈഡ്സ് ഏതൊക്കെയാ, ഒന്ന് AC-യും ഒന്ന് BC-യും, അതിന്റെ ലെങ്ത്തിന്റെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും. അതായത് ഇഫ് the line CD is angle bisector of angle ACB, then AD is to DB എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ 4:5. ഈ രണ്ട് സൈഡിന്റെയും റേഷ്യോന് ഈക്വൽ ആയിരിക്കും. ജനറൽ ആയിട്ട് നമുക്ക് പറയാം, എപ്പോഴും 4ഉം 5ഉം 6ഉം ആയിക്കോണമെന്നില്ല. അപ്പൊ ജനറൽ ആയിട്ട് എന്ത് പറയാം, AC is M ഉം CB N ഉം ആണെങ്കിൽ AD is to DB എന്ന് പറയാം, M is to N. എക്സാമിന് ചോദിക്കാറുള്ളതാണ്, ശ്രദ്ധിക്കുക. ഇവിടെ പ്രത്യേകത എന്താ അറിയോ, എന്താ ഈ ലൈൻ എന്തായിരിക്കണം, ആംഗിൾ ബൈസെക്ടർ, കോണിന്റെ സമഭാജി. In any triangle, the bisector of an angle divides the opposite side in the ratio of the sides of the angle. Okay? ഇനി നമ്മളിപ്പോ പഠിച്ച ട്രയാങ്കിൾ ഡിവിഷന്റെ ആ കൺസെപ്റ്റ് ആശയം ഉപയോഗിച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇത് എക്സാമിൽ ചോദിക്കും, വളരെ എളുപ്പമാണ് കുട്ടികളെ, ശ്രദ്ധിച്ചു നോക്കൂ. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ബോൾ ക്വാഡ്രിലേറ്റർ. അല്ലെ, ക്വാഡ്രിലേറ്ററിന്റെ ഏരിയ ഡയറക്റ്റ് നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല. അപ്പൊ ട്രയാങ്കിൾ ആക്കി ഡിവൈഡ് ചെയ്തിട്ട് 4 ട്രയാങ്കിൾ ഏരിയയും കൂടി പ്ലസ് ചെയ്താൽ മതി, ടോട്ടൽ ഏരിയ കിട്ടും. അതിന് ഇത് 60 സ്ക്വയർ സെന്റിമീറ്റർ ആണ്, 30 ആണ്, 40 ആണ്. ഈ റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ അറിയോ, ഇല്ല, അത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇവിടെ നോക്കൂ, ഇതാ ഈ ട്രയാങ്കിൾ, നമ്മുടെ ബ്ലൂ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാ, 60 ആണ്. യെല്ലോ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാ, 30 ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ എന്താ വരിക, 60:30. 60:30 സിംപ്ലിഫൈ ചെയ്യാം, 0 ക്യാൻസൽ ചെയ്യാം. 6:3, that is 2:1. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ 2:1 ആണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു, അതിന്റെ ബേസിന്റെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും, that's also is equal to 2:1. ഓക്കെ, ഇത് എന്തായിരിക്കും, 2:1. ഇനി ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തോളൂ, റെഡും ഏതാ, ഗ്രീനും. അല്ലെ, ഈ റെഡിന്റെ ഏരിയ ആണ് അറിയില്ല, പക്ഷെ ഗ്രീനിന്റെ 40 എന്ന് അറിയാം. ഈ റെഡിന്റെയും ഗ്രീനിന്റെയും ബേസ് ഏതന്നെ വരിക, നമ്മൾ പറഞ്ഞ ഈ ബേസ് തന്നെയാണ് വരിക, 2:1 തന്നെയാണ് വരിക. അപ്പൊ ഇത് 2:1 കിട്ടണം. 2:1 ശ്രദ്ധിക്കുക, ഇവിടെ 2:1 കിട്ടണം. ഇവിടെ 40 ഇവിടെ അറിയില്ല. ഇവിടെ എന്ത് വാല്യൂ വന്നാലാണ് 2:1 വരിക, ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഏത് വാല്യൂ വന്നാലാണ് നമുക്ക് ഈ ബേസിന്റെ റേഷ്യോ 2:1 വരിക, ജസ്റ്റ് ആലോചിച്ച് നോക്കൂ. എത്ര വരണം, യെസ്, എത്ര വന്നാൽ മതി, 80. അല്ലെ, 80:40. 80:40 എന്ന് വരും, 0 കട്ട് ചെയ്താൽ 8:4 വരും. വീണ്ടും 4 ആയിട്ട് സിംപ്ലിഫൈ ചെയ്താൽ 2:1. സോ ദിസ് ഏരിയ ഓഫ് ദിസ് റെഡ് ട്രയാങ്കിൾ ഈസ് 80. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ 4 ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി. ഈ ട്രയാങ്കിളിന്റെ ഏരിയസ് എല്ലാം കൂടി പ്ലസ് ചെയ്താൽ ടോട്ടൽ ഏരിയ കിട്ടും. എത്ര ഇവിടെ, 210 സ്ക്വയർ സെന്റിമീറ്റർ. ഇതേപോലെയുള്ള വേറെ പ്രോബ്ലം ആണിത്. ഇതൊന്നും നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഇതിനെ തുടർന്ന് വരുന്ന എല്ലാ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ പറഞ്ഞില്ല എന്താ, ഈ യെല്ലോ ട്രയാങ്കിളിന്റെയും ഈ റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അതെങ്ങനെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം, അതിന് നോക്കൂ. ഈ AB-യും CD-യും ഈ രണ്ട് ലൈൻസും എന്താണ്, പാരലൽ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ അവിടെ എഴുതിയിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. AB-യും CD-യും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള എല്ലാ ട്രയാങ്കിൾസിന്റെയും ഏരിയ സെയിം ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD, ഈ ട്രയാങ്കിളും മൊത്തം എടുക്കണം കേട്ടോ, ABC ഇത് മൊത്തം, അതായത് ഈ പാരലൽ ഈ ലൈനിന്റെ ഇടയിലുള്ള അല്ലെ. രണ്ടാമത്തെ ഏതാ, ABD. ആ രണ്ട് ട്രയാങ്കിൾ ഏരിയ സെയിം ആണ്, കാരണം ഒരേ പാരലൽ ലൈൻസ് ആണ്, ബേസ് സെയിം ആണ്. ഇനി ഈ ഇപ്പൊ പറഞ്ഞ രണ്ട് ട്രയാങ്കിളിലെയും കോമൺ പോർഷൻ ഏതാണ്, ട്രയാങ്കിൾ ABE. ഈ ഷെയ്ഡ് കളർ ഇല്ലാത്ത ഈ ഭാഗം ഇതെന്താണ്, രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ടുള്ള പോർഷനാണ്. ആ കോമൺ പോർഷൻ നമ്മൾ അതിന് ഒഴിവാക്കി എന്താ കിട്ടുക, ഈ യെല്ലോയും കിട്ടും, റെഡും കിട്ടും. അപ്പൊ അതിന്റെ ഏരിയ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെ തുടർന്ന് വരുന്ന 2-3 പ്രോബ്ലംസ് ഉണ്ട്. ഈ കൺസെപ്റ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ വായിക്കണം. ABCD is a trapezium. എന്താ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ, യെസ്, ലംബകം അല്ലെ. എന്താ, ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കണം, പാരലൽ ആയിരിക്കണം. പാരലൽ എന്ന് പറഞ്ഞാൽ
സമാന്തരം. അപ്പൊ ഏതൊക്കെ ഇവിടെ പാരലൽ ആയിട്ടുള്ളത്? എ ബിയും സി ഡിയും രണ്ട് ലൈൻസ്. ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്, സമാന്തരമാണ്. അങ്ങനെയുള്ള രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിൽ വരുന്ന ഓൾ ട്രയാങ്കിൾസിലെ ബേസ് ഈക്വൽ ആണെങ്കിൽ എല്ലാ ട്രയാങ്കിൾസിന്റെ ഏരിയ സെയിം ആണ് നമ്മൾ പഠിച്ചു. ഇനി തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പ്രോബ്ലം ശ്രദ്ധിച്ച് മനസ്സിലായ കുട്ടിക്ക് ഇവിടെ ഈസി ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ യെല്ലോ പോർഷന്റെ ഏരിയയും ഈ റെഡ് പോർഷന്റെ ഏരിയയും എന്താന്ന് മനസ്സിലാക്കാം. സെയിം ആണോ? അതെ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു ഇത് കോമൺ പോർഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ സെയിം ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, വാട്ട് ഇസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി? ഇവിടെ 20 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. രണ്ടുകൂടി പ്ലസ് ചെയ്യൂ. 20 + 10 30 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 20യും ഈ റെഡും കൂടി ചേർന്നാലും എന്തെന്നെ കിട്ടണം? 30 കിട്ടണം. അപ്പൊ ഇതിന്റെ ഈ റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരണം? 30 കിട്ടണമെങ്കിൽ 10 സ്ക്വയർ സെന്റിമീറ്റർ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം പറഞ്ഞ പോലെ ഈ ട്രയാങ്കിളിന്റെയും ഈ യെല്ലോ ട്രയാങ്കിളിന്റെയും റെഡ് ട്രയാങ്കിളിന്റെയും ഏരിയ സെയിം ആയതുകൊണ്ട് ഇത് 10 ആണെങ്കിൽ ദിസ് ആൾസോ 10. ക്ലിയർ ആയല്ലോ? ഇനി ഇത് 10 ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ എന്താ വരിക? 20:10. What is 20:10? 2:1. 2:1. ഇത് 2:1 ആണെങ്കിൽ ഈ ബേസിന്റെ റേഷ്യോ എന്താ? AE:EC. That's also 2:1. ഈ AE:EC തന്നെയല്ലേ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസ് ആണല്ലോ. ശ്രദ്ധിച്ചു നോക്കൂ അല്ലെ? യെല്ലോ ബ്ലൂവിന്റെയും ബേസ് ഏതന്നെയാണ്? AE:EC. അത് എത്ര കിട്ടണം? 2:1. അപ്പൊ അതിൽ ഇത് 10 ആണെങ്കിൽ ഇത് എത്ര ആയാലാണ് നിങ്ങൾക്ക് 2:1 വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് 10 ഉണ്ട്. ഇത് എത്ര വന്നാലാണ് AE:EC 2:1 വരിക? എത്ര വരണം? യെസ്, 10 ആണെങ്കിൽ എത്ര വന്നാൽ മതി? 5 അല്ലെ? 10:5 കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2:1. So the area of this blue triangle is 5 square unit. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? ഓക്കെ. ഇതേപോലെ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ABCD ആൾസോ എ ട്രപ്പീസി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏരിയ തന്നുള്ളത് ഇതാ. ഇതിന്റെ ഏരിയ 9ഉം ഇതിന്റെ ഏരിയ 4. ഈ രണ്ടെണ്ണത്തിന്റെ ഏരിയ അറിയില്ല. ഈ രണ്ടെണ്ണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, വളരെ ഈസിയാണ്. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യാം. ഈ യെല്ലോ ട്രയാങ്കിളിന്റെയും ഈ ഓറഞ്ച് ട്രയാങ്കിളിന്റെ ഏരിയ സെയിം ആയിരിക്കും ആണല്ലോ. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ആ പ്രോബ്ലം ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ഇതും സെയിം ആണ്. പക്ഷെ ഇത് എത്രയാണെന്ന് അറിയില്ല. നമ്മൾ അറിയാത്ത കാര്യത്തിന് എന്താ കൊടുക്കുക? ഒരു വേരിയബിൾ കൊടുത്തു. ഞാനിവിടെ കൊടുത്തത് എക്സ് ആണ്. സപ്പോസ് എക്സ് ഇതും എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് എക്സ് ആണെങ്കിൽ ഇനി നമുക്ക് നോക്കുക റേഷ്യോ ഓഫ് ദി ബേസ്. ഏതൊക്കെ? ഈ രണ്ട് ട്രയാങ്കിളിന്റെ റേഷ്യോ ഓഫ് ദി ബേസ് നോക്കുമ്പോൾ AE:EC. ഇത് എക്സ് ആണ് എടുത്തട്ടാ. അപ്പൊ X:4. X:4. ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കൂ, ഗ്രീനും ഓറഞ്ചും. അതിന്റെ ബേസ് ഏതന്നെയാ? AE:EC. ദാറ്റ്സ് ആൾസോ 9:X. ആദ്യം പറഞ്ഞത് യെല്ലോയും ബ്ലൂ ആണ്. അതിന്റെ ബേസ് AE:EC ആണ്. അതെന്താണ്? ഇത് എക്സ് ആണെങ്കിൽ X:4. ഈ ബ്ലൂ ഓറഞ്ച് നോക്കുക, സോറി ബ്ലൂ അല്ല, ഗ്രീനും ഓറഞ്ചും നോക്കുക. അതിന്റെയും ബേസ് ഏതാണ്? AE:EC. ദാറ്റ് ഈസ് 9:X. അപ്പൊ രണ്ടും ഏതന്നെയാണ്? AE:EC ആണ്. അപ്പൊ AE:EC രണ്ട് വാല്യൂ കിട്ടി. X:4 കിട്ടി, 9:X കിട്ടി. അത് രണ്ടും സെയിം ആണ്. അതായത് X:4 is equal to 9:X. ഇത് 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ? റേഷ്യോ, അംശബന്ധം, മധ്യപദങ്ങളുടെ ഗുണനഫലവും ലാസ്റ്റും ഇതിന്റെ ലാസ്റ്റിന്റെയും ഗുണനഫലം സെയിം ആയിരിക്കും. A:B equal to C:D then AD:BC പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റും ഇതിന്റെ ലാസ്റ്റും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? X:X. That's equal to 4 into 9. What is X into X? X square. 4 into 9, 36. So X square is 36. What is X? Square root of 36. അല്ലെ? Square root of 36 എത്രയാ? 36ന്റെ വർഗ്ഗമൂലം എത്രയാ? 6. So the area of this triangle yellow is 6. 6 ആണ്. ഓറഞ്ചിന്റെയും 6 ആണ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഏരിയ കാണാൻ എല്ലാം കൂടി എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. അപ്പൊ ഇതെല്ലാം നമുക്ക് ട്രയാങ്കിൾ ഡിവിഷൻ എന്നുള്ള കൺസെപ്റ്റ്, അതിന്റെ ബേസിന്റെ റേഷ്യോ, ട്രയാങ്കിളിന്റെ ഏരിയയും തമ്മിലുള്ള കൺസെപ്റ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. വളരെ ഈസിയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് അതിലെ പ്രോബ്ലംസ് ഒന്നും കൂടി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമിന് എന്തായാലും ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. ട്രയാങ്കിൾ ഡിവിഷൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾ പഠിക്കുക. അടുത്ത ഒരു അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ വരികയാണെങ്കിൽ
പാഠഭാഗത്തിൽ ഏതെങ്കിലും ഭാഗങ്ങൾ വരികയാണെങ്കിൽ, കൺസ്ട്രക്ഷൻസ് വരികയാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.